ഐപാഡ് പ്രോ 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ്. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐപാഡ് പ്രോ 2024 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 2 ഡിസ്പ്ലേ സൈസ് വരുന്നുണ്ട്. 11 ഇഞ്ചിന്റെ ഒരു വെർഷനും അതുപോലെ തന്നെ 13 ഇഞ്ചിന്റെ ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൽ 11 ഇഞ്ചിന്റെ റെസൊല്യൂഷൻ വരുന്നത് 2420x1668 ആണ്. 13 ഇഞ്ചിന്റെ വെർഷന്റെ റെസൊല്യൂഷൻ വരുന്നത് 2752x2064 ആണ്. ഇതിൽ ടാൻഡം OLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ഡിസ്പ്ലേ എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. ട്രൂ ടോൺ പോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1600 നിറ്റ്സ് വരെ വരുന്നുണ്ട്. വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇതിൽ 11 ഇഞ്ച് വെർഷന്റെ വെയിറ്റ് വരുന്നത് 466 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.3 mm ആണ്. 13 ഇഞ്ച് വെർഷന്റെ വെയിറ്റ് വരുന്നത് 582 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.1 mm ആണ്. പിന്നെ ഇതിൽ ആപ്പിൾ പെൻസിൽ പ്രോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ വില 11,900 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാജിക് കീബോർഡിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. 11 ഇഞ്ച് വെർഷന്റെ വില 29,900 രൂപ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ 13 ഇഞ്ച് വെർഷന്റെ വില 33,900 രൂപയുമാണ് വരുന്നത്. ഈ ടാബിന്റെ ക്ലാസിക് സിൽവർ അതുപോലെ തന്നെ സ്പേസ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ M4 ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ്, ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ടോപ്പ് പെർഫോമൻസ് ഇതിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടാബ്ലറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിന്റെ 256 GB ഇന്റേണൽ വെർഷനും 512 GB ഇന്റേണൽ വെർഷനും 1 TB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 2 TB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ സിം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. iPadOS 17 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ 12 മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ലൈഡാർ സെൻസറും വരുന്നുണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിലാണ് ഈ ഒരു ക്യാമറ വരുന്നത്. പിന്നെ സെൻട്രൽ സ്റ്റേജ് പോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പം പഴയ വെർഷനിൽ 10,000 mAh മുകളിലുള്ള ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമുക്ക് അതുപോലുള്ളൊരു ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 99,900 രൂപയാണ്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 1,19,900 രൂപയാണ്. പിന്നെ 13 ഇഞ്ച് വെർഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 1,29,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 1,49,900 രൂപയാണ്. പിന്നെ ഇതിൽ 2 TB വെർഷനൊക്കെ ഉണ്ട്. അതിന്റെ വില 2,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ പോകുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഐപാഡ് പ്രോ 2024 വരുന്നുണ്ട്. വിലയും അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് പെർഫോമൻസ് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ടാബ്ലറ്റ് ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഐപാഡ് പ്രോ 2024 പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.